ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. തൃശൂരിലെ കലാസ്വാദകർക്ക് ഇനി നാടകകാലം. 16ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് ഇന്ന് സാംസ്കാരിക നഗരിയിൽ തുടക്കമാകും. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 23 നാടകങ്ങളാണ് നാടകപ്രേമികളെ കാത്തിരിക്കുന്നത്. 16ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് സാംസ്കാരിക നഗരിയിൽ ഇന്ന് അരങ്ങുണരുന്നു. വൈകിട്ട് 5-ന് കേരള സംഗീത നാടക അക്കാദമി അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ മേള ഉദ്ഘാടനം ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ആനന്ദ് പട്വർദ്ധൻ മുഖ്യാതിഥിയാകും. ഈ നിശബ്ദതയിലെ ശബ്ദങ്ങൾ എന്ന പ്രമേയത്തിൽ ഊന്നിയുള്ള മേളയിൽ 49 വിദേശ കലാകാരന്മാരടക്കം ആകെ 246 പേർ പങ്കെടുക്കുന്നുണ്ട്. അനീതിക്കെതിരെയുള്ള കലയുടെ ശബ്ദം എന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന മേളയിൽ ഫെബ്രുവരി 1 വരെ 23 നാടകങ്ങളാണ് അരങ്ങേറുക. ഉച്ചതിരിഞ്ഞ് 3-ന് തോപ്പിൽ ഭാസി ബ്ലാക്ക് ബോക്സ് തിയേറ്ററിൽ അരങ്ങേറുന്ന അർജന്റീനയിൽ നിന്നുള്ള ഫ്രാങ്കൻസ്റ്റൈൻ പ്രൊജക്ട് ആണ് ഉദ്ഘാടന നാടകം. 7 വേദികളിലായി നടക്കുന്ന നാടകോത്സവത്തിന്റെ ഓൺലൈൻ ടിക്കറ്റുകൾ മിനിറ്റുകൾക്കുള്ളിൽ വിറ്റ് തീർന്നിരുന്നു. ഓഫ്ലൈൻ ടിക്കറ്റുകൾ അക്കാദമി കൗണ്ടറിൽ നിന്നും ലഭ്യമാണ്. തൃശൂരിലെ 7 വേദികളിലായി നടക്കുന്ന ഈ കലാമാമാങ്കത്തിനായി നാടകപ്രേമികൾ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ഇറ്റ്ഫോക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു ഇറ്റ്ഫോക്കാണിത്. 23 നാടകങ്ങളുടെ 48 അവതരണങ്ങൾ, 8 ദിവസം തുടർച്ചയായി കലാപരിപാടികൾ, അതിനു പുറമെ കൊളോക്കിയം, സെമിനാർ, മീറ്റ് ദ ആർട്ടിസ്റ്റ് പോലുള്ള പരിപാടികൾ, ചലച്ചിത്ര പ്രദർശനങ്ങൾ, അതിനോടൊപ്പം ബാദൽ സർക്കാരിൻ്റെ കലയും ജീവിതവും സംബന്ധിച്ചുള്ള ഒരു പ്രദർശനം, ശശിഭാസ്കർ എന്ന ഇറ്റ്ഫോക്കിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത ഡിസൈനർ, അദ്ദേഹത്തിൻ്റെ ഡിസൈനുകളുടെ ഒരു പ്രദർശനം, സജീവ് കീഴരിയൂർ, അതോടൊപ്പം ഇന്നലെ വിയോഗം സംഭവിച്ച വിജേഷ് കെ വി, ഒപ്പം ഗോപാൽ നടാട്ട് എന്നീ 3 നാടകപ്രവർത്തകരുടെ സ്കെച്ചുകളുടെ പ്രദർശനം. ഇങ്ങനെ നിരവധിയായ പരിപാടികളുമായിട്ടാണ് ഇത്തവണ ഇറ്റ്ഫോക്ക് മുന്നോട്ട് പോകുന്നത്. ഇറ്റ്ഫോക്കിൻ്റെ പ്രമേയം തന്നെ വളരെ ശ്രദ്ധേയമാണ്, വളരെ ആനുകാലികമാണ്, അത്യന്തം രാഷ്ട്രീയമായ ഉള്ളടക്കമുള്ളൊരു പ്രമേയമാണ്. അത് വോയിസസ് ഇൻ ദ സൈലൻസ് എന്നാണ്. ലോകം യുദ്ധങ്ങളുടെയും കെടുതികളുടെയും വർഗീയതയുടെയും ഒപ്പം അധിനിവേശത്തിൻ്റെയും ഒക്കെ ഹുങ്കാര ശബ്ദങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ തീരെ ചെറിയ ജീവികളുടെ ശബ്ദങ്ങൾ, ഊഴിയിൽ ഏഴകളായ ഏറ്റവും ചെറിയ മനുഷ്യരുടെ ശബ്ദങ്ങളെ പ്രതിഫലിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇറ്റ്ഫോക്കിനുള്ളത്. ന്യൂസ് ഡെസ്ക് CCV.